ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവാദിറുൽ ഖൽയൂബിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വളരെ വിരളമായി കണ്ടിട്ടുള്ള ഒരു പോരാട്ടം, ഒരു യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് തന്റെ പ്രതിയോഗിയോട് മല്ലടിക്കുകയാണ്. സത്യത്തിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധപാണ്ഡവത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവും മറുപക്ഷത്തിന്റെ നേതാവും നേർക്ക് നേർ പോരാടുന്ന ഒരു ഘട്ടം. ചടുലമായ യുദ്ധത്തിന്റെ ചുവടുവെപ്പുകളുടെ സൗന്ദര്യത്തിൽ കൂടെയുള്ള അണികൾ മുഴുവനും ആയുധം മാറ്റിവെച്ച് നിശ്ചലരായി നോക്കി നിൽക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. ഉയരം കുറഞ്ഞ സത്യത്തിന്റെ പക്ഷത്തിന്റെ നേതാവ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആകാര സവിഷ്ടവുമുള്ള നല്ല പൊക്കമുള്ള ശത്രുപക്ഷത്തിന്റെ നേതാവിനോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ, രണ്ടുപേരുടെയും ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ, തീ പാറുമ്പോൾ, ചിൽച്ചിൽ ശബ്ദം പുറപ്പെടുമ്പോൾ, പൊടിപടലങ്ങൾ പാറിപ്പടർന്നു നിൽക്കുന്ന അവസ്ഥയിലതാ ഏതോ ഒരാളുടെ ആയുധം മുകളിലേക്ക് ഉയർന്നു പോവുകയാ. ആരുടേതെന്നറിയാൻ ആയുധം ഉയർന്ന പോലെ എല്ലാവരുടെയും കണ്ണിന്റെ ഇമകൾ ഉയർന്നു. എല്ലാവരും നിശബ്ദതയോടെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ജിജ്ഞാസയോടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, പൊടിപടലങ്ങൾ പാറിപ്പടർന്നു നിൽക്കുന്ന അടർക്കളത്തിന്റെ ആ കാണുന്ന അവസ്ഥയിൽ മഹാനായ അലിയാർ തങ്ങള് ഉയർത്തിപ്പിടിച്ച വാളുമായി പറന്നു വന്നുകൊണ്ട് മുട്ടുകാലുകൊണ്ടിടിച്ച് ശത്രുപക്ഷത്തിന്റെ നേതാവിന്റെ നെഞ്ചകത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അയാൾ മലർന്നു വീണു. അലിയാർ തങ്ങൾ അയാളെ കൊല്ലാൻ വേണ്ടി ആയുധം എങ്ങനെ ഉയർത്തി. അലിയാർ തങ്ങൾ ആയുധം ഉയർത്തി പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുന അവരോട് ചോദിച്ചു, എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ? ഇപ്പോൾ അവിടെ ഒരാളെ വധിക്കുമെന്ന രീതിയിലേക്ക് എല്ലാവരും കണ്ണിറുക്കി പിടിച്ചിരിക്കാം. ഇപ്പോൾ അവിടെ ഒരാളുടെ ആർത്തട്ടഹസിച്ചുള്ള പൊട്ടിക്കരച്ചില് കേൾക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോ, യുദ്ധപാടവത്തിലേറെ മുന്നിൽ നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് നിരാശനായി ആയുധം വലിച്ചെറിഞ്ഞ് പിണങ്ങി മാറി നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോ, തന്റെ പ്രിയപ്പെട്ട ശത്രു സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ സഹോദരൻ സുഹൃത്ത് കയ്യിൽ വന്നുകൊണ്ട് അണച്ചു പിടിക്കുമ്പോൾ, ആ കൈത്തണ്ടുകളിലേക്ക് ചുടുചുംബനം കൊടുക്കുമ്പോ ഒരു അത്ഭുതം സംഭവിച്ച അടർക്കളത്തിന്റെ പരമമായ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് അലിയാർ തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്ന് വട്ടമിട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ, അലിയാർ തങ്ങൾ പറയാണ്, കൊല്ലാൻ വേണ്ടി ആയുധം ഉയർത്തിപ്പിടിച്ചിട്ട് കൊല്ലാതെ എഴുന്നേറ്റ് വന്ന അലിയാർ തങ്ങൾ പറയാണ്, ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചു തന്നെയാ ഞാൻ യുദ്ധക്കളത്തിൽ വന്നത്. ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചു തന്നെയാ എന്റെ ശത്രുപക്ഷത്തിന്റെ നേതാവിനെ മലർത്തിയടിച്ചത്. ഞാൻ കൊല്ലുമെന്ന പ്രതീക്ഷയോട് കൂടെ തന്നെയാ അയാളുടെ നെഞ്ചകം പിളർത്താൻ ഞാൻ ആയുധം, തിളങ്ങുന്ന ആയുധം ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. അവിടെയാണ് അമലുകളുടെ ബോധ്യപ്പെടുത്തലുകൾ. അവിടെയാണ് അമലുകളുടെ ബോധ്യപ്പെടുത്തലുകൾ. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്കൊരു സന്തോഷം വേണം മുഅ്മിനെ. ഒരു നോമ്പുകാരന്റെ നോമ്പ് അല്ലാഹു കബൂലാക്കുമോ എന്ന പ്രതീക്ഷ, അല്ലാഹു കബൂലാക്കാനുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നേരം പുലർന്ന നേരം മുതൽക്ക് അവൻ പകലന്തിയോളം പട്ടിണി കിടന്നുകൊണ്ട് തൽക്കാലം ഉദരത്തിന്റെ വിശപ്പ് മാറ്റാൻ മഗ്‌രിബിന്റെ വാങ്ക് വിളിക്കുമ്പോൾ ഭക്ഷണത്തോടവൻ ബന്ധപ്പെടേണ്ടി വരുന്നു. ഭക്ഷണം ഹലാലാകുന്നു. എന്നാൽ
മറ്റുള്ള കാര്യങ്ങളിൽ ഒരു മനുഷ്യനെ പാലിക്കാൻ പറഞ്ഞിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ, ഭക്ഷണവും ശാരീരിക ഇച്ഛകളോടുള്ളതായ ശാരീരികമായ ആവശ്യങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പകലിൽ സൂക്ഷിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും രാത്രിയിലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദരത്തിന്റെയും ലൈംഗിക ആവശ്യങ്ങളുടെയും നോമ്പിന് തൽക്കാലം മഗ്‌രിബിന് വിരാമമിട്ടാലും മറ്റു പല നിലക്കുള്ള നോമ്പുകളുടെ അവസ്ഥയുണ്ടല്ലോ, ആ അച്ചടക്കത്തിന്റെ അവസ്ഥയുണ്ടല്ലോ, ആ ആദരണീയ പൈതൃകത്തിന്റെ സ്വഭാവമുണ്ടല്ലോ, റമദാന്റെ നോമ്പ് കൊണ്ട് കിട്ടേണ്ട സംസ്കാരത്തിന്റെ ഏറ്റവും ചടുലമായ അവസ്ഥയുണ്ടല്ലോ, അതിനൊന്നും വിരാമമില്ല. ഗീബത്ത് പറയലിന് അനുവാദമില്ല, നമീമത്ത് പറയലിന് അനുവാദമില്ല. റമദാനിനെ മാനിച്ചുകൊണ്ട് നാം പാലിക്കണമെന്ന് പറഞ്ഞ അച്ചടക്കത്തിന് മാറ്റിവെക്കലില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ടൊരു മനുഷ്യൻ റമദാനിന്റെ നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മുഖേന അവന് കിട്ടേണ്ടത് ലഅല്ലക്കും തത്തഖൂൻ, ഒരു സന്തോഷമാ. എന്റെ നോമ്പ് അല്ലാഹ് സ്വീകരിച്ചല്ലോ, എന്റെ നോമ്പിലെ ഇന്നത്തെ ദിവസം ഒരു തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് ഖുർആൻ ഓതാൻ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിൽ ഇന്ന് എനിക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയല്ലോ. അല്ലാഹുവേ, ഞാൻ ഇന്ന് നോമ്പെടുത്തതിന്റെ പേരിലാ അവിടെ വഴക്ക് നടക്കുമ്പോൾ നോമ്പിനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് സന്തോഷമുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ നോമ്പെടുത്തതിന്റെ പേരിലാ പള്ളിയിൽ വന്ന് ഇല്ലായ്മ പറഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ടവൻ കൈത്തണ്ട് നിവർത്തിയിട്ട് സഹായം ചോദിച്ചപ്പോ എന്റെ പോക്കറ്റിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടും ഞാൻ എന്റെ പോക്കറ്റിൽ തടവിയിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നുവെന്ന ആർദ്ര മനോഭാവത്തോടുകൂടെ ഞാൻ അവന്റെ മുന്നിൽ പുഞ്ചിരിച്ചപ്പോ എനിക്ക് സ്വതക്കയുടെ കൂലി കിട്ടിയല്ലോ. അല്ലാഹുവേ, എനിക്ക് നോമ്പുണ്ടായതിന്റെ പേരിലല്ലേ എന്റെ നോമ്പിന് തിളക്കമുണ്ടാവാൻ പാതിരാവിലും ഞാൻ തറാവീഹിനും തഹജ്ജുദിനും വേണ്ടി സമയം മാറ്റിവെച്ചല്ലോ. ഒരു സന്തോഷം, ആ സന്തോഷാണ് നോമ്പ് കബൂലായതിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹീഹുൽ ബുഖാരി ലിസ്സായിമി ഫറഹതാൻ യഫ്റഹു ബിഹിമാ എന്ന് ഖാല റസൂലുള്ളാഹി ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി. നോമ്പ് തുറക്കുമ്പോഴാ ഒന്നാമത്തെ സന്തോഷം. അതെപ്പോഴാ? എന്റെ നോമ്പ് അല്ലാഹ് കബൂലാക്കി. അല്ലാഹ് അൽഹംദുലില്ലാഹ്, സുബഹി മുതൽക്ക് ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല എന്റെ വായ കൊണ്ട്. സുബഹി മുതൽക്ക് ഞാൻ ഒരു ഹറാമും കണ്ടിട്ടില്ല. സുബഹി മുതൽക്ക് ഞാൻ ഒരു കൊള്ളില്ലാത്ത കൂട്ടിലും പോയിട്ടില്ല. അരുതായ്മകളൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ല. എനിക്ക് എന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഒരു സന്തോഷമുണ്ടല്ലോ. ഇന്നത്തെ ഒരു നോമ്പ് നീ സ്വീകരിച്ചാൽ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. അല്ലാഹു എനിക്ക് കൂലി തരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വിധം, അല്ലാഹു എന്റെ അമല് പാഴാക്കൂലാന്ന് ഉറപ്പ് പറയാൻ കഴിയും വിധം നോമ്പായി നമുക്ക് ഒരു നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ നോമ്പ് കൊണ്ട് പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയും വിധം ഒരു തെറ്റും ചെയ്യാതെ നല്ലോണം ഒരൊറ്റ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ നോമ്പിന് അല്ലാഹ് കൊടുക്കുന്ന കൂലി കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇല്ലാ ബഅദല്ലാഹു നഫ്സഹു അനിന്നാരി 70 ഖരീഫാ. അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിൽ നിന്നും അകറ്റി നിർത്തും. സ്വർഗത്തിലായി ഇപ്പോൾ ഉള്ളത്. ആ ശരീരം ഒരൊറ്റ നോമ്പ് കൊണ്ട് സ്വർഗം പ്രാപിച്ചു. ഇപ്പോൾ ആ ശരീരം നിൽക്കുന്ന താമസിക്കുന്ന സ്വർഗത്തിന്റെ കൊട്ടാരം വിട്ട് നരകത്തിലേക്കുള്ള അകലം എത്രയെന്നറിയുമോ? 70 വർഷം സഞ്ചരിക്കണം. 70 വർഷത്തെ വഴി ദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നോമ്പ് കബൂലായാൽ മതി. ഒറ്റ നോമ്പ് കബൂലായാൽ ആ മനുഷ്യന്റെ പദവി എത്രയാ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നോമ്പിന് ചില പരിശ്രമങ്ങൾ. ഒന്നാമത്തെ രാവ് വരുമ്പോ തന്നെ മുമ്പൊരു സമുദായത്തിനും കൊടുക്കാത്ത ആനുകൂല്യത്തിന്റെ 5 കവാടങ്ങൾ അല്ലാഹു നമ്മുടെ നേരെ തുറക്ക. 5 സൗഭാഗ്യങ്ങൾ അല്ലാഹു 5 നമുക്ക് തരട്ടെ. റമദാൻ മാസം മുമ്പ് സമൂഹങ്ങൾക്കുണ്ടായിട്ട് അവർക്കാർക്കും കിട്ടാത്ത ആ സൗഭാഗ്യ കൂമ്പാരങ്ങൾ അല്ലാഹു 5 പ്രത്യേകം വെച്ചിട്ടുണ്ട്. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നു ഹദീസ്. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു. 5 സൗഭാഗ്യങ്ങൾ ഒരു നോമ്പുകാരനെ കാത്തിരിക്കുക. കേട്ടോളൂ. ഒന്നാമത്തേത്, അൽ-അവ്വലു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന യൻദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ.
ഒന്നാമത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു നോട്ടമുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം കിട്ടിയാൽ ومن نظر الله إليه بالرحمة لا يعذبه بعده أبدا. ആ ഒരു നോട്ടം കിട്ടിയാൽ മതി, ഒരിക്കലും അവനൊരു ശിക്ഷയും വരൂല. ആ ഒരു നോട്ടം കിട്ടിയാൽ അവന്റെ ഖബറിൽ ശിക്ഷയില്ല. ആ നോട്ടം കിട്ടിയാൽ അവന് ഖബറിൽ ശിക്ഷയില്ല. ഹിസാബിന്റെ നേരത്ത് അവൻ ഇടങ്ങേറാവലില്ല. ആ ഒരു നോട്ടം കിട്ടിയാൽ ചിരിക്കാത്ത മുഖത്തോടുകൂടെ വന്നുകൊണ്ട് ഖബറിന്റെ ഇരുട്ടിന്റെ കൊഹരങ്ങളിൽ നിന്നോ മഹാന്മാരായ മലക്കുകൾ ആരടാ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ധൈര്യസമേതം മറുപടി പറയാൻ റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു നോക്കുന്ന ആ സ്നേഹത്തിന്റെ നോട്ടം കിട്ടിയവന് കഴിയുമെന്ന് ഞാനല്ല പറഞ്ഞത്, നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടമുണ്ട്. അങ്ങനെ ആ നോട്ടം നമ്മൾ നോക്കാറുണ്ടോ? ആ നോട്ടം നമ്മളും നോക്കാറുണ്ട്. 8 വയസ്സുള്ള ഒരു മോള് നമുക്കുണ്ടെന്ന് വെക്കാം, 5 വയസ്സുള്ള ഒരു മോനുണ്ടെന്ന് വെക്കാം. എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു, ഒരു അടി കൊടുക്കണം നമ്മൾ തീരുമാനിച്ചു, നമുക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴുണ്ട് നമ്മൾ അടിക്കണമെന്ന് വെച്ച് വന്നപ്പോ ആ കുഞ്ഞ് നമ്മളോട് സോറി പറഞ്ഞിട്ട് നമ്മെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വടി പൊങ്ങൂല. നമുക്ക് ആ കുഞ്ഞിനോട് തോന്നുന്ന ഒരു അലിവ്. നമ്മളിപ്പോ എവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു, കുട്ടി വികൃതി കാണിച്ചു, കുസൃതി കാണിച്ചു, തല്ലാൻ നേരം കിട്ടില്ല, വന്നിട്ട് തരാന്ന് വെച്ചു. നല്ല ദേഷ്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോ കുട്ടിയെ തല്ലാമെന്ന് തീരുമാനിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു കുട്ടി ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു സ്നേഹം തോന്നി ഉള്ളില്. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി മോൻ എടുത്തു വെച്ചതാ, മോൾ എടുത്തു വെച്ചത് 5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്. എന്താ ആ കുട്ടിക്ക് കിട്ടിയ ഒരു ചോക്ലേറ്റിന്റെ ഒരു കഷ്ണം കഴിച്ച് ബാക്കി വാപ്പ വരുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് എടുത്ത് മാറ്റി വെച്ചു. അതങ്ങനെ ആ കിടക്കണോടത്ത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ എനിക്ക് വേണ്ടി എന്റെ മോൾ എടുത്ത് വെച്ചു എന്ന് കണ്ട ആ കുഞ്ഞിനോട് ഒരു അലിവിന്റെ ഒരു നോട്ടമുണ്ട്. ആ സമയത്ത് അവിടെ ഇരിക്കും ആ കുഞ്ഞ് കിടക്കണോടത്ത്. എന്നിട്ടിങ്ങനെ നമ്മൾ തലോടും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നലില്ല എന്ന്. കുട്ടികളോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ഇടത്തെ തോളിൽ ഹസൻ റളിയല്ലാഹു അൻഹു, വലത്തെ തോളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാള് ചെവിയെ പിടിച്ചു വലിക്കണു, മറ്റേ ആള് മൂക്കെ പിടിച്ചു കുലുക്കണു, ഒരാളപ്പം ഒരു കൈ കൊണ്ട് വായിൽ കൈയിട്ടിട്ട് റസൂലുള്ളാഹിയുടെ വായിൽ കൈയിട്ട് കുത്തുന്നു. കുട്ടികൾ ഇങ്ങനെ ഗീറ് മാറല്, ക്ലച്ച് ചവിട്ടല്. ആരുടെ തലയില? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് അസ്ർ നിസ്കരിക്കാനാ വരുന്നത്. വഴിയുടെ മറ്റേ തലക്കേന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നില്ല. മഹാനവറുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിള്ളേര് കയറിയിരുന്ന് ഈ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, മൂപ്പര് കർക്കശ കനിഷ്ഠിത സ്വഭാവക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് പറയാതെ പോകാനും പറ്റണില്ല. പക്ഷെ റസൂലുള്ളാഹി ചിരിക്കുക, ആസ്വദിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ മത്തിയത്തു ഹാദിഹി. ഒരുപാട് വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്, ഏറ്റവും നല്ല വാഹനം ഇതാ എന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ ഉമർ. കാരണം ഇത്രയും ഗീറും ക്ലച്ചും ഒരേ സമയം 2 ഗീറൊക്കെ മാറാൻ പറ്റുന്ന വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതിന് നിന്ന് കൊടുക്കാണേ. അങ്ങനെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന നേരത്ത് അഖ്റ ഇബ്നു ഹാബിസ് തൊട്ടടുത്തുണ്ട്. അയാൾ പറഞ്ഞു, 10 ആമ്പിള്ളേരെ എനിക്കുണ്ട്, ഒറ്റെണ്ണത്തിന് ഞാൻ ഇന്നുവരെ ഉമ്മ വെച്ചിട്ടില്ല നബി എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്ന് നിനക്ക് മലക്കിന്റെ പ്രാർത്ഥന നിഷേധിക്കപ്പെട്ടു, ഭൂമിയിൽ കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. കുഞ്ഞിനോട് അലിവ് തോന്നും, സ്നേഹം തോന്നും. ആ കുഞ്ഞ് എടുത്തു വെച്ച ചോക്ലേറ്റ് എത്ര ഷുഗർ ഉണ്ടെങ്കിലും ഒരു കടി നമ്മൾ അതിൽ കടിച്ചിരിക്കും. ആ കുഞ്ഞെടുത്തു വെച്ച ആ മിഠായി കഷ്ണം നമ്മൾ വൈകുന്നേരം ശകാരിക്കാൻ സമയം കിട്ടാനിട്ട് വരുമ്പോൾ അതിന്റെ പ്രതികാരം തീർക്കാമെന്ന് വെച്ചു പോയ ആ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തോട് തോന്നിയ വിരോധം, ആ കുഞ്ഞ് കാണിച്ച സ്നേഹപ്രകടന പരതയിൽ നമ്മൾ മറന്നുപോകും. അലിവിന്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ഒരു സൃഷ്ടിയോട് നോക്കുന്ന നോട്ടമല്ല,
സൃഷ്ടാവായ തമ്പുരാൻ അവന്റെ സൃഷ്ടിയോട് നോക്കുന്ന നോട്ടം. കാരണം എന്തേ? കരുണയെ അവൻ 100ആക്കിയിട്ട് ആ കരുണയുടെ ഒരു അംശം മാത്രമാ ആകാശത്തിന്റെ ചുവട്ടിലേക്ക് അവൻ കൊടുത്തിട്ടുള്ളൂ. 99 അവിടെയാ. ഭൂമിയിലേക്ക് കൊടുത്ത ആ കരുണയുടെ അംശത്തിൽ നിന്നും സർവ സൃഷ്ടികളും എത്ര കടിച്ചമർത്തേണ്ട വേദനയിലും കടിച്ചമർത്തിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ പെണ്ണ് വേദന കൊണ്ട് പുളയുമ്പോ ആ ശരീരത്തിൽ ഒരിക്കൽ മാത്രം പുറത്തു വരുന്ന ആ വിയർപ്പ് അന്ന് വന്നപ്പോ ആ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളുടെ ഗ്രന്ഥിരസങ്ങൾ മുഴുവൻ അന്ന് മാത്രം വരുന്ന ഗ്രന്ഥികൾ, അന്ന് മാത്രം പുറത്തു വരുന്ന ഗ്രന്ഥിരസങ്ങൾ അന്ന് വന്നപ്പോൾ പ്രസവമെന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മരണത്തോടടുത്ത വേദന, മരണവേദനയോടടുത്ത വേദനയെ സഹിച്ചുകൊണ്ടൊരു പെണ്ണൊരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ വേദനിച്ച് കരഞ്ഞവളുടെ കരച്ചിൽ നിന്നുപോയത് വേദനിക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തു വന്ന ആ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിന്റെ മാസ്മരികമായ ശബ്ദവീചികളുടെ ഏറ്റവും വലിയ മാന്ത്രികമായ തലങ്ങളാണ് എങ്കിൽ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ കരുണയുടെ ഒരു അംശം എന്ന് പരിശുദ്ധ റസൂൽ 99 അവിടെ വെച്ചിരിക്കുന്നത്. 99 അവൻ അവിടെ വെച്ചിരിക്കുന്നു. അല്ലാഹു എത്ര കരുണ ഉള്ളവനാ! അല്ലാഹു എത്ര കരുണയുള്ളവനാ! യുദ്ധത്തടവുകാരങ്ങനെ പിടിച്ചുകൊണ്ടുവരാ. ഷുഅബുൽ ഈമാനിലുണ്ട് ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഒരിക്കൽ യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ തടവുകാരെ പിടിച്ചുകൊണ്ടുവരപ്പെടാം. അപ്പോഴുണ്ട് ബന്ദികളെ പോലെ എല്ലാവരെ കൊണ്ടുവരാ. തടവുകാരാണെങ്കിലും അവർ വന്നു ചേരുന്നോടത്തേക്ക് അവർക്ക് അഭയം കൊടുത്ത് അവർ ബന്ദികളായി പിടിച്ചുകൊണ്ടുവരപ്പെടുന്നോടത്തും അവർക്കും ഒരു സ്നേഹത്തിന്റെ പ്രതീക്ഷയാ. ആരുടെ ബന്ധിയാ, ആരുടെ തടവ് പുള്ളിയാ, യുദ്ധ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. എന്നാലും അവിടെയും ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവിടെയും ചില അവകാശങ്ങളുണ്ട്. വന്നു ചേരുന്നത് ആരുടെ തടവ് പുള്ളിയാ എന്നറിയുമോ? മക്കയുടെ വരദാനം, സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, അമീനേ മുജ്തബ ഹബീബേ മുർത്തള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തടവ് പുള്ളികളായി വരുമ്പോ ആ കൂട്ടത്തിലുണ്ട് യുദ്ധത്തിന്റെ കെടുതിയിൽ ഒരു പെണ്ണിന്റെ കയ്യിലുള്ള കൈക്കുഞ്ഞ് നഷ്ടപ്പെട്ട് അവൾ വിറളി പിടിച്ച് ഓടാ, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്? ഒരു വിഭാഗം സ്വഹാബികൾ തടവുകാരെ ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരാം. യുദ്ധത്തിൽ പരാജയം സംഭവിച്ച സമൂഹത്തിനെ തടവുകാരായി പിടിച്ചുകൊണ്ടുവരപ്പെടണമെന്നതാണ് യുദ്ധ നിയമം. അങ്ങനെ തൊളിച്ചുകൊണ്ടുവരുന്ന ആ സംഘത്തിൽ അലറിക്കരഞ്ഞുകൊണ്ടൊരു പെണ്ണ് ചോദിക്കാ, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്, എവിടെയാ എന്റെ കുഞ്ഞ്? ആരോ കയ്യ് പൊക്കിയിട്ട് പറഞ്ഞു, നീ കരയണ്ട പെണ്ണെ, ചിതറി ഓടിയ നേരത്ത് നിന്റെ കയ്യിലുള്ള കുഞ്ഞ് താഴെ വീണതിന് ഞാൻ എടുത്തൊരു പൊടി പോലും ആ കുഞ്ഞിന്റെ ശരീരത്തിലില്ല. സ്നേഹത്തോടുകൂടെ തടവ് പുള്ളികളിൽ ഒരാൾ പറഞ്ഞു, നിന്റെ കുഞ്ഞ് എന്റെ കയ്യിലുണ്ട്. ആ സഹോദരി ഓടി വരികയാ, ആർത്തിയോടുകൂടെ ആ കുഞ്ഞിനെ അള്ളിപ്പിടിച്ചു വാങ്ങിയെടുക്കുകയാ. എന്നിട്ട് ആരും കാണുന്നില്ല എന്നുള്ളോടത്തിലേക്ക് സമയബന്ധിതമായി ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി തന്റെ മാറോട് ചേർത്ത് വെച്ചപ്പോ ആ കുഞ്ഞിന്റെ 2 ചെറിയ കാലുകൾ ആ പെണ്ണിന്റെ ഉദരഭാഗത്ത് ഇങ്ങനെ താളമിട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ മാറിടം മറച്ചു വെച്ചുകൊണ്ട്, നാണം മറച്ചു വെച്ചുകൊണ്ട് ഒരു പെണ്ണ് അമ്മിഞ്ഞു കൊടുക്കാനാണെങ്കിലും സൗകര്യക്കുറവ് പോലും അവൾ നോക്കാതെ, യുദ്ധത്തിന്റെ കെടുതി പോലും നോക്കാതെ ആ പെണ്ണ് കുഞ്ഞിന് പാല് കൊടുക്കാൻ സമയബന്ധിതമായി ആഹരിപ്പിക്കാൻ തയ്യാറായ ആ ഉമ്മാന്റെ കരുണ കണ്ടോ സ്വഹാബ? നിങ്ങൾ അങ്ങനെ കണ്ടുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെണ്ണിനോട് ആര് പറഞ്ഞാലാ ആളിക്കത്തുന്ന തീയിലേക്ക് ആ പെണ്ണ് ആ കുഞ്ഞിനെ വലിച്ചെറിയ? സ്വഹാബികളെ, നിങ്ങൾ എന്നോട് പറഞ്ഞു തരുമോ, ആര് പറഞ്ഞാലാണ് ആ പെണ്ണ് അവളുടെ കയ്യിലുള്ള കൈക്കുഞ്ഞിനെ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയ? നബിയേ, ആര് പറഞ്ഞാലും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയൂല നബിയേ. എന്നാൽ കേട്ടോളൂ, വല്ലാഹി ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി. ഈ പെണ്ണവളുടെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടാത്ത പോലെ അല്ലാഹു ഒരിക്കലും അവന്റെ അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം റമളാനിന്റെ 1-ാമത്തെ രാവിലുണ്ട്. അള്ളാഹു തരട്ടെ.
അള്ളാഹു തരട്ടെ. കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ അവൻ ഒരിക്കലും ഒരു ശിക്ഷയും ഇല്ല. വമൻ നദറ ഇലൈഹി ബിർറഹ്മതി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയവനെ ഒരിക്കൽ പോലും അള്ളാഹു ശിക്ഷിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അതാണ്. പരിശുദ്ധ റമളാൻ കൊണ്ട് ഈ സമൂഹത്തിന് മാത്രം അല്ലാഹു വെച്ചിരിക്കുന്ന 5 സൗഭാഗ്യങ്ങളില് ഒന്നാമത്തെ സൗഭാഗ്യം ഈ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടണം. അതിനുള്ള പ്രവർത്തനം ചെയ്യണം. അതിനുള്ള പ്രവർത്തനം ഈ ചുണ്ടത്ത് വെച്ച് വലിക്കുന്ന സാധനം റമളാന്റെ പകലതായാലും ഒഴിവാക്കണം. അത് ഇത്തിരി നേരത്തെ അങ്ങോട്ട് ഒഴിവാക്കിക്കോ. കാരണം എന്താ? അതിന്റെ മണം എന്തായാലും മലക്കുകൾക്ക് ഇഷ്ടമല്ല. അതിന്റെ മണം എന്തായാലും മലക്കുകൾക്ക് ഇഷ്ടമല്ല. ഉള്ളി തിന്നവൻ പള്ളിയിൽ വരണ്ടെന്നാ പറഞ്ഞത്. വാ കഴുകി മണം കളഞ്ഞിട്ട് വന്നത് എന്നാ പറഞ്ഞത്. അങ്ങനെയാ ഹദീസിലുള്ളത്. അത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിവാക്കാം. സംസ്കരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അതെങ്കിലും ഒരു 12 മണിക്കൂർ വായിന്നും ശരീരത്തിൽ നിന്നും ഒഴിവായി കിട്ടുന്നുണ്ടല്ലോ. ശുദ്ധമായി ശ്വസിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ട്. സംസ്കരിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽപ്പെട്ടതാ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാൻ റമളാന് വേണ്ടി നേരത്തെ ഒരുങ്ങണം. രണ്ടാമത്തെ ആനുകൂല്യം യഅ്മുറുല്ലാഹുൽ മലായികത ബിൽഇസ്തിഗ്ഫാരി ലഹും. പരിശുദ്ധ റമളാനിൽ ഈ സമൂഹത്തിലെ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് മഗ്ഫിറത്ത് തേടാൻ, നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടാൻ മലക്കുകളെ നിങ്ങളെ ഞാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചു. അങ്ങനെയാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാൻ ഒരാളെ കൂലിക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ആ ഇഖ്ലാസ് ഉള്ളിലുണ്ടാവൂല. അള്ളാഹുവേ അബൂബക്കർ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ. അപ്പൊ 2 ആൾ ആമീൻ പറയാൻ ഒരാൾ ദ്വാരക്കാൻ, 5 മിനിറ്റ് ഇയാൾ ദ്വാരക്കാം, 5 മിനിറ്റ് അടുത്ത ആൾ ദ്വാരക്കാം. എത്ര നേരം ഉണ്ടോ? എത്ര നേരം നമുക്ക് എത്ര കൂലി കൊടുക്കാൻ പറ്റും? അവര് ഇഖ്ലാസോടുകൂടെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി അൺലിമിറ്റഡ് ആയി എത്ര സംഖ്യാ മലക്കുകൾ എന്നില്ല, അസംഖ്യം മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവേ ഇന്നാലിന്ന വീട്ടിലെ ഇന്ന സഹോദരി പരിശുദ്ധ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട നോമ്പിനെ കൃത്യവും വ്യക്തവുമായി തെറ്റുകളില്ലാതെ കേടുപാടുകളില്ലാതെ നല്ലോണം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് അവന്റെ സൃഷ്ടികളിലെ മഹാന്മാരായ മലക്കുകൾ. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു ഏർപ്പാടാക്കും എന്നതാണ് രണ്ടാമത്തെ സൗഭാഗ്യം, രണ്ടാമത്തെ ആനുകൂല്യം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ ആനുകൂല്യം അന്ന റായിഹത ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കീ. നോമ്പുകാരാ, നിനക്ക് അല്ലാഹ് തന്ന പരിഗണന നിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയോടൊപ്പം നിന്റെ കൽബിന്റെ സംസ്കരണത്തോടൊപ്പം നിന്റെ വായ പകർച്ചയായപ്പോൾ വന്ന ദുർഗന്ധമുണ്ടല്ലോ, ദുർഗന്ധം എന്നത് നീ നോമ്പെടുത്തതിന്റെ പേരിൽ നീ കാണുന്ന ഒരു നെഗറ്റീവാണ് എങ്കിൽ ആ നെഗറ്റീവിനെ അള്ളാഹു കണ്ടിരിക്കുന്ന പരിഗണന എങ്ങനെയെന്നറിയുമോ? അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി. മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സുഗന്ധം, അത് കസ്തൂരി, കസ്തൂരിയാ. എന്തോ നമുക്ക് മനസ്സിലാകാൻ ഭൂമിയിൽ ഒരു പെർഫ്യൂം കസ്തൂരി അല്ലെങ്കിൽ അംബർ അതാണെന്നല്ല പറഞ്ഞത്. അത്യബ് സൂപ്പർലേറ്റീവാണ്. അതിനേക്കാളൊക്കെ എത്രയോ നിന്റെ നാസരന്ധ്രങ്ങൾക്കകത്തുകൂടി നീ ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ല അങ്ങനെയുള്ള മഹോന്നതമായ ഒരു സുഗന്ധം. അതിനെന്ത് പരിഗണനയോ? അതാടോ നോമ്പെടുത്ത് ക്ഷീണിച്ച ആ ചവർപ്പരസമുള്ള നിന്റെ വായക്കകത്ത് നിന്നും പുറത്തു വന്ന ദുർഗന്ധത്തിന് പോലും അള്ളാഹു നൽകുന്ന പരിഗണന. ഇത് നിനക്ക് അല്ലാഹു തരുന്ന ഒരു ആനുകൂല്യമാണ്, അള്ളാഹു നിന്നിൽ പരിഗണിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. പരിശുദ്ധ റമളാനിൽ ഈ സമൂഹത്തിന് മാത്രമായി അള്ളാഹു നൽകുന്ന നേട്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 സൗഭാഗ്യങ്ങളിൽ മൂന്നാമത്തേതാ. നാലാമത്തേത് അള്ളാഹു സ്വർഗത്തോട് പറയും. അല്ലാഹു സ്വർഗത്തോട് പറയും, ഇത്തഖിദീ സീനതകി വയഖൂലു തൂബാ ലിഇബാദിൽ മുഅ്മിനീൻ ഹും ഔലിയാഇ. സ്വർഗമേ നീ ഒന്ന് ചമഞ്ഞൊരുങ്ങിയേ, സ്വർഗമേ സ്വർഗമേ നീ ഒന്ന് അണിഞ്ഞൊരുങ്ങിയേ, സ്വർഗമേ സ്വർഗമേ നീ ഒന്ന് വൃത്തിയാവണേ, സ്വർഗമേ. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നോമ്പുകാരനെ പരിഗണിച്ചുകൊണ്ടാ സ്വർഗം അണിഞ്ഞൊരുങ്ങ.
എന്തിനാടോ സ്വർഗം അണിഞ്ഞൊരുങ്ങുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സിദ്റത്തുൽ മുന്തഹയെ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയല്ലോ. إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى. അന്ന് സിദ്റത്തുൽ മുന്തഹ ചമഞ്ഞൊരുങ്ങിയ പോലെ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. അന്ന് ജിബ്രീൽ ചമഞ്ഞൊരുങ്ങിയ പോലെ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ചമൽക്കാരങ്ങൾ കൊണ്ട് അലങ്കൃതമായ സിദ്റത്തുൽ മുന്തഹയെ ഹബീബിന്റെ വരവ് കൊണ്ട് പരിഗണിക്കപ്പെട്ട പോലെ സ്വർഗത്തെ അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞു, നീ ഒന്ന് ചമഞ്ഞൊരുങ്ങണേ സ്വർഗമേ. മഹാനായ അബുൽ ഹസനിൽ ഹൈതമി തങ്ങൾ ഹിജ്റയുടെ 807-ാമത്തെ വർഷം വഫാത്തായ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ മജ്മഉസ് സവാഇദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, സ്വർഗം ചമഞ്ഞൊരുങ്ങാൻ തുടങ്ങുന്നു എപ്പോഴാണെന്നറിയുമോ? പെരുന്നാളിന്റെ നിലാവ് കണ്ട്, ചെറിയ പെരുന്നാളിന്റെ അന്ന് മുതൽക്ക് അടുത്ത വർഷത്തിലെ റമദാന്റെ നിലാവ് കാണുന്നവരെ സ്വർഗമങ്ങ് ചമഞ്ഞൊരുങ്ങാ. 11 മാസത്തോളം സ്വർഗം ചമഞ്ഞൊരുങ്ങുന്നു. ആർക്ക് വേണ്ടി എന്നറിയുമോ? അവസാന കാലഘട്ടത്തിൽ റമദാൻ മാസത്തിന്റെ നോമ്പെടുക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗലോകം ചമഞ്ഞൊരുങ്ങുന്നത് ഈ സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് അള്ള നൽകുന്ന സൗഭാഗ്യമാ. നബി മുഹമ്മദ് മുസ്തഫ ഈ സമുദായത്തിന് അള്ളാഹു നൽകുന്ന 5ാമത്തെ സൗഭാഗ്യം ഏതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഗ്ഫിറു ലഹും ഫീ ആഖിരി ലൈല. അവസാനത്തെ രാത്രിയിൽ ഒരു പ്രത്യേക മഗ്ഫിറത്ത്. അവസാനത്തെ രാത്രിയിൽ 27-ാം രാവ് കഴിഞ്ഞ പിന്നെ തീർന്നു. 27-ാം രാവ് കഴിഞ്ഞ മദ്രസയിലെ സ്വലാത്ത് ഇല്ലേ മാതിരിയാ. മദ്രസയിലെ സ്വലാത്ത് ചെല്ലിയ ശേഷം പിന്നെ ഒരു കുട്ടിയോട് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ അല്ലല്ല ഇരിക്കൂല. സ്വലാത്ത് ചെല്ലണ മദ്രസയിലെ ശരിക്കും ഭൂമിയിലെ നല്ലൊരു സ്വലാത്ത് നടക്കുന്നത് മദ്രസയില് ആ ലാസ്റ്റ് ബെല്ലിലൊരു സ്വലാത്ത് ഉണ്ട്. അപ്പൊ ചെന്ന് നോക്കിയാ ഇവിടത്തെ ഞരമ്പൊക്കെ എണീറ്റ് നിന്നിട്ട് അതുവരെ കിടന്നുറങ്ങിയവൻ മദ്രസയിലേക്ക് വരണത് കോഴി വെള്ളത്തിൽ ചാടിയ പോലെയാ. ഉമ്മായും വാപ്പായും വല്യാപ്പായും എല്ലാവരും ഉന്തി തള്ളിയാണ് മൂപ്പരെ. ചില പെണ്ണുങ്ങളെ മണിയറയിലേക്ക് കയറ്റണ മാതിരി മടിച്ച് മദ്രസയിൽ പോവാതെ അങ്ങനെ പിടിച്ചു നിൽക്കണ കുട്ടീനെ പിടിച്ച് കാലത്തെ എണീപ്പിട്ട് മദ്രസയിലേക്ക് വിട്ടിട്ട് അവൻ മദ്രസ വിടാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലുന്നതും ചെന്ന് കയറുമ്പോൾ ഫാത്തി ഓതിയിട്ട് ആമിയും പറയുന്നതും തമ്മിൽ മാറ്റമുണ്ട്. ആ കുട്ടിയോട് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കൂല. അവന് ദുനിയാവിൽ ഇനി എന്ത് മുതൽ കൊടുക്കാന്ന് പറഞ്ഞാലും സ്വലാത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കൂല. സ്വലാത്ത് ചൊല്ലിയിട്ട് ഇരിക്കുന്ന പറയുന്നിടത്ത് ഉസ്താദ് വടി ഡെസ്കിൽ ഇങ്ങനെ അടിക്കാറുണ്ട്. കാരണം എന്താ? അല്ലാതിരിക്കൂലോ. അങ്ങനെയാണ് ഉസ്താദോട് ചോദിച്ചത്. 27-ാം രാവ് കഴിഞ്ഞ പിന്നെ റമദാൻ തീർന്നു. 27-ാം രാവ് കഴിഞ്ഞ റമദാൻ തീർന്നു. പിന്നെ ഒരാളോട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞ നോമ്പോരയുടെ കാശ് 3 ദിവസം ഉണ്ട്. റമദാൻ കഴിഞ്ഞ് ഇക്കാക്ക് വരെ ഭ്രാന്താണ് പോയവിടുന്ന് പള്ളിയിലെ സെക്രട്ടറിയുടെ അടുത്ത് ചിലപ്പോൾ അങ്ങനെയും പറയും. നോമ്പോരൊക്കെ കഴിഞ്ഞു 27-ാം രാവ് ഇന്നലെ കഴിഞ്ഞില്ല, ഇയാൾ എവിടെ ആയിരുന്നു ചോദിക്കും ഒരു പക്ഷെ. എന്തേ 27-ാം രാവ് കഴിഞ്ഞ ഒക്കെ തീർന്നു എന്നാ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. 5ാമത്തെ സൗഭാഗ്യം റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ ഒരു പ്രത്യേക മഗ്ഫിറത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്റാണ് നബിയേ, അത് ലൈലത്തുൽ ഖദ്റാണെന്ന് തോന്നുന്ന വിധം അവസാനത്തെ രാത്രിയെ അല്ലാഹുവിന്റെ ഹബീബ് വർണ്ണിച്ചു. അത് ലൈലത്തുൽ ഖദ്റാണ് നബിയേ. അല്ല 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 അല്ല, നമ്മുടെ വീട്ടിലൊരാൾ ജോലിക്ക് വന്നാൽ അവൻ നമ്മൾ പറഞ്ഞ ജോലിയും പറയാത്ത ജോലിയും നമ്മെ തൃപ്തിപ്പെടുത്തി ആ ജോലിക്ക് അവനോട് വാഗ്ദാനം ചെയ്ത കൂലിക്കപ്പുറം അവൻ ജോലി കഴിഞ്ഞു പോകുമ്പോ കൊടുക്കാൻ ഒരുപാട് ഉള്ളവനും കൊടുക്കാൻ നല്ല മനസ്സുള്ളവനുമായ യജമാനൻ ആ കൂലി കൊടുക്കുന്നോടത്ത് പറഞ്ഞുറപ്പിച്ച കൂലിക്കപ്പുറം ജോലി ചെയ്ത് തീർത്തതിന്റെ അവസാനത്തെ ദിവസം വേറെ ഒരു കൂലി കൊടുക്കുന്ന ആനുകൂല്യമില്ല സഹാബ. ഉണ്ട് നബിയേ. എന്നാൽ അവന്റെ ജോലി അവൻ ഭംഗിയാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന് സന്തോഷം തോന്നിയപ്പോ അള്ള കൊടുത്ത സന്തോഷത്തിന്റെ കൂലിയ അവസാനത്തെ രാത്രിയുടെ കൂലി. മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ആ കൂലി. അത് ഈ സമുദായത്തിന്റെ 5ാമത്തെ സൗഭാഗ്യം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 5 ആനുകൂല്യങ്ങൾ റമദാനിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത്
അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം. രണ്ടാമത്തേത് മലക്കുകളോട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞ് അള്ളാഹു ഏർപ്പാടാക്കുന്നു. മൂന്നാമത്തെ നേട്ടം, നോമ്പുകാരന്റെ ശരീരത്തിൽ നിന്നും ആ ക്ഷീണത്തിൽ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് വായന്റെ വാസനയ്ക്ക് അള്ളാഹു കസ്തൂരിയുടെ പരിഗണന കൊടുത്ത് ലാളിക്കുന്നു എന്ന സ്നേഹം. പിന്നെയോ നാലാമത്തേത്, അള്ളാഹു സ്വർഗത്തോട് പറയും, നീ എന്റെ നോമ്പുകാരനെ സ്വീകരിക്കാൻ ഒന്ന് ചമഞ്ഞൊരുങ്ങിക്കോ എന്ന്. അഞ്ചാമത്തെ നേട്ടം, അവസാനത്തെ രാത്രിയിൽ അള്ളാഹു പ്രത്യേകമായ മഗ്ഫിറത്തിന്റെ ഒരു കവാടം തുറക്കൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ. അള്ളാഹു സ്നേഹത്തോടുകൂടെയാ നമ്മെ വരവേറ്റത്.